ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ 15 കോടി കൊടുക്കണമെന്ന് പറയുന്ന കേൾക്കുമ്പോ തന്നെ ഭാമ ഞെട്ടുന്നുണ്ട്. ആകെ തളർന്നു പോവാണേ. രാഘവേട്ടൻ പറയും കൊടുക്കണം, ഇല്ലെങ്കിലേ ഇത് മൊത്തം സർക്കാർ കൊണ്ടുപോകും. ചിറ്റപ്പൻ പറയും ഏട്ടാ, ഈ പറയുന്ന പോലെ പ്രശ്നമൊന്നും ഇതിനകത്തില്ല, പണം അടച്ചാൽ തീരാവുന്ന കാര്യം മാത്രമാണിത്. രാഘവേട്ടൻ പറയും ആ ചെറിയ കാര്യം എങ്ങനെ പരിഹരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചിറ്റപ്പൻ പറയും പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഇതുപോലുള്ള പ്രതിസന്ധികൾ മറികടന്നിട്ടുള്ളവർ തന്നെയാണ് ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളത്. പണം എറിഞ്ഞ് പണം നേടണം. രാഘവേട്ടൻ പറയും എടാ, ആ എറിയാനുള്ള പണത്തിന്റെ കാര്യം തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാമ ഇപ്പോ ആകെ പെട്ട അവസ്ഥയിലാണ്. ഉപേന്ദ്ര ഉടനെ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു വഴി കാണാം. ഈ ഒരു പ്രതിസന്ധി അതിജീവിച്ചല്ലേ പറ്റൂ. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ചിറ്റപ്പ എഴുന്നേറ്റ് പറയും എന്തായാലും വൈകിക്കാതെ അറിയിക്കണം. വൈകുന്തോറും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. വെട്ടി നീങ്ങി കാട് കയറി കഴിഞ്ഞാ പിന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും നിങ്ങൾ ആലോചിക്കേ, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുക. രോഹിത്തിനോട് പറയും അപ്പൊ പറഞ്ഞതുപോലെ ഞാൻ പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. രോഹിത്ത് ഇങ്ങനെ ഇവരെ നോക്കുമ്പോ ഇവരാകെ ടെൻഷനിലാണ്. രാഘവേട്ടൻ ചോദിക്കും അല്ല ഭാമേ, എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ഭാമയ്ക്ക് പറഞ്ഞൊരു പേടിയുണ്ട്. അത് പിന്നെ എന്റെ പേരിലുള്ള ആ 1.5 ഏക്കർ കൂടി നമുക്കങ്ങ് കൊടുത്താലോ? രാഘവേട്ടൻ പറയും ഇനിയിപ്പൊ അതുകൂടിയേ ബാക്കിയുള്ളൂ. സന്തോഷായി എന്ന് പറഞ്ഞു നിൽക്കണേ. ഇത് കേൾക്കുമ്പോ ഭാമയ്ക്കും അതിനൊരു നല്ല പേടിയുണ്ട്. പിള്ളച്ചേട്ടനും പൊന്നിയൊക്കെ ഇത് കേട്ട് ഞെട്ടല്ലിങ്ങനെ നിൽക്കണേ. പിന്നീട് കാണിക്കുന്നത് ഒരു രാത്രി ഭാമയുടെ വീട്ടില്. ഭാമ കമ്മിറ്റി അംഗങ്ങളോട് സംസാരിക്കാം. മാധവ, ഞാൻ അങ്ങനെ പറഞ്ഞു കരുതി എനിക്ക് എന്റെ മകനെ കൊണ്ട് നിർബന്ധപൂർവ്വം ആ പെണ്ണിനെ കെട്ടിക്കാൻ പറ്റും. മാധവ, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ? ഇത് കേട്ടിട്ടായിരിക്കും രാഘവേട്ടനെ കൂട്ടി പിള്ളച്ചേട്ടൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഭാമ പറയും അത് മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞത് എന്റെ തെറ്റ് തന്നെയാ, അത് ഞാൻ സമ്മതിക്കുന്നു. മാധവ, നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി മറ്റൊരു ചെറുക്കനെ കണ്ടുപിടിക്കാം. അതല്ലാതെ ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ല. ഞാൻ ഏറ്റു. രാഘവേട്ടനെ കാണുമ്പോ അതെ, ഞാൻ ഏറ്റു. മറ്റൊരു പയ്യനെ കണ്ടെത്തി ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഇത് കൂടുതൽ ഈ വിഷയത്തിൽ ഞാൻ എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞ് ഭാമ ആ കോളം കെട്ടയും. അപ്പോഴേക്ക് ശ്യാമയും പൊന്നിയും വരുന്നുണ്ട്. ഭാമ പറയും നമ്മൾ പറയുന്ന വഴിക്ക് മക്കൾ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി ആ പെണ്ണിനെ നല്ലൊരു ചെറുക്കനെ കണ്ടെത്തണം. രാഘവേട്ടൻ പറയും ഭാമേ, ഇതാ പറയുന്നത്, എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ആലോചിക്കണമെന്ന്. വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ചാലേ ഇതുപോലുള്ള പുലിവാലൊക്കെ പിടിക്കേണ്ടി വരും. പിന്നെ നീ എന്തർത്ഥത്തിലാ വിഷ്ണുവിന് വീണ്ടും നീ ആ വിവാഹാലോചന നടത്തിയത്? ആൾക്കാരുടെ മുന്നിൽ വീണ്ടും അവനെ നാണം കെടുത്താനോ? നീ എത്രയൊക്കെ കടുംപിടുത്തം കാണിച്ചാലും നിയമപരമായിട്ട് ശാലിനി തന്നെ അവന്റെ ഭാര്യ. നിയമപരമായിട്ട് അവര് ബന്ധം വേർപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാ മറ്റു വിവാഹം നടത്തിക്കുന്നത്? ഇത് കേൾക്കുമ്പോ വിവാഹമോചനത്തെ കുറിച്ച് ഭാമ ഒന്നുകൂടെ ചിന്തിക്കുക. നോക്ക്, ഇനിയെങ്കിലും ഇതുപോലൊരു വിഡിത്തം മറ്റുള്ളവരുടെ മുന്നിൽ വിളിച്ചു പറയരുത്. പല പ്രാവശ്യം നീ ഇത് ആവർത്തിച്ചതുകൊണ്ടാ ഞാനിത് എടുത്തെടുത്ത് പറയുന്നതേ. ഭാമയ്ക്കും അപ്പൊ അവള് മറ്റൊരുത്തനെ കൊണ്ട് നടക്കുന്നതോ? അവന്റെ കുട്ടിയാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തില്ലേ? അതിനാർക്കും ഒരു കുഴപ്പമില്ലേ? അവൾക്ക് അങ്ങനെ തോന്നിയതുപോലെ നടക്കാമെങ്കിൽ നമ്മുടെ മകൻ എന്തുകൊണ്ട് നടന്നൂടാ? രാഘവേട്ടന് മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഭാമ പറയും ഞാൻ ഇനി അവന് വിവാഹാലോചന നടത്തും. അതിനെന്തെങ്കിലും തടസ്സമുണ്ടോന്നേ ഞാൻ ഇപ്പൊ തന്നെ വക്കീലിനോട് വിളിച്ചു ചോദിക്കട്ടെ. അങ്ങനെ അവനെ ചതിച്ചിട്ട് ആരും നല്ല പിള്ള ചമ്മഞ്ഞ് നടക്കണ്ട എന്ന് ഉടനെ വക്കീലിനെ വിളിക്കണേ. ഹലോ പ്രകാശ, വിഷ്ണു ശാലിനിയും തമ്മിലുള്ള വിവാഹബന്ധം നിയമപരമായിട്ട് വേർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ശാലിനി അവളുടെ കൊച്ചിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ഒരുത്തനെ കൂട്ടി നാട് മൊത്തം കറങ്ങി നടക്കുക. പക്ഷെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചൊന്നും അറിയില്ല. എനിക്ക് നമ്മുടെ വിഷ്ണുവിനൊരു കല്യാണം നടത്തണമെന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? വക്കീല് പറയും ശാലിനിക്ക് മറ്റൊരു ബന്ധം വന്ന സ്ഥിതിക്ക് ശാലിനിയുടെ ഒരൊറ്റപ്പ് മതി, നമുക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെ കാര്യങ്ങൾ തീർക്കാം. ഇരുകൂട്ടർക്കും സമ്മതം എന്നുള്ള നിലയിലെ ഉഭയസമ്മതപ്രകാരം നമുക്ക് കാര്യങ്ങൾ നീക്കാം. ഒരു കൗൺസിലിങ്ങോ ചർച്ചയോ ഒന്നും തന്നെ വേണ്ട. വെറും 30 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ തീർത്ത് രണ്ടുപേരെയും രണ്ടാക്കി 2 തട്ടിലാക്കി തരാം. പക്ഷെ രണ്ടുപേരുടെയും സമ്മതം വേണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ഭാമറും അതിപ്പോ ശാലിനിക്ക് ഇപ്പൊ ഒരു ബന്ധം ഉണ്ടായ സ്ഥിതിക്ക് അവളെ എതിർത്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ വിഷ്ണുവിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. വക്കീൽ പറയും എങ്കിൽ ഈ ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞിട്ട് സത്യമാ കൊടുക്കാൻ വെച്ചിരിക്കുന്ന മധുരം വാങ്ങിച്ചോളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. മാമയ്ക്ക് സന്തോഷവും. ശരി എന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്യണേ. ഇത് കേൾക്കുമ്പോ ശ്യാമയ്ക്കും രാഘവേട്ടനൊക്കെ ഒരു ടെൻഷനുണ്ട്. ശ്യാമയ്ക്കാണ് കൂടുതൽ. വക്കീൽ പറയും പിന്നെ ശാലിനിയെ വിളിച്ച് ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കാര്യമൊന്നും പറയണേ. മാമ പറയോ അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, ഓക്കെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും അവര്. ശ്യാമ പറയും സത്യമേ, സത്യങ്ങൾ എന്താന്ന് അറിഞ്ഞതിന് ശേഷം പോരെ ഈ കാര്യങ്ങളൊക്കെ? ഭാമയ്ക്കും എന്ത് സത്യങ്ങള്? നിന്റെ കുഞ്ഞിച്ചിക്ക് ഇപ്പോ ഒരു ഭർത്താവുണ്ട്, അത് സത്യയുടെ അച്ഛനാണെന്നും പറയുന്നു. ഇതിൽ കൂടുതൽ സത്യങ്ങൾ എന്താടി അറിയാനുള്ളത്? ശ്യാമയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഭാമ പറയും രാഘവേട്ടാ, വക്കീൽ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ശാലിനെ വിളിച്ച് കാര്യം പറയാൻ പോവാ. എനിക്കിതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അല്ല ഭാമേ,
എന്ന് പറയുന്നുണ്ടെങ്കിലും ബാമ മൈൻഡ് ചെയ്യാതെ വിളിക്കാൻ തുടങ്ങുമ്പോ രാഘവേട്ടൻ വിചാരിക്കും ബാമയോടിപ്പോ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ അടങ്ങില്ല. ചെയ്യട്ടെ, എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ശ്യാമയാണെങ്കിൽ ടെൻഷനോടെ നിൽക്ക. അങ്ങനെ ബാമ ഫോൺ ചെയ്യണേ. കോള് വന്ന് എടുക്കുന്നത് ശാരദാമ്മയാണ്. ശാരദാമ്മ പേടിച്ചുകൊണ്ട് എടുക്കുന്നത്. ഹലോ, ശാരദാമ്മയാണോ? ആ പറഞ്ഞോളൂ. ബാമ പറയും, മകൾക്കൊരു ഭർത്താവിനെ കിട്ടി, കൊച്ചുമകൾക്കൊരു അച്ഛനെയും കിട്ടി. തകർന്നു പോയത് എന്റെ മകന്റെ ജീവിതമാ. വക്കീലിനെ വിളിച്ചപ്പോ പറഞ്ഞത് ശാലിനിയുടെ ഒരു ഒപ്പ് മാത്രം മതി, ഒരൊറ്റ മാസം കൊണ്ട് ബന്ധം വേർപ്പെടുത്തി തരാന്ന്. ബാമ പറയുന്നത് കേൾക്കുമ്പോ ഞെട്ടിപ്പോകുന്നുണ്ട് എല്ലാരും. ബാമ പറയും, ഇനി ഈ ബന്ധം അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല, എത്രയും പെട്ടെന്നൊന്ന് ഒപ്പിട്ട് തരാൻ നിങ്ങൾ നിങ്ങളുടെ മോളോടൊന്ന് പറയണം. ബാമ പറയും, സത്യമേ, സ്കൂളിൽ വന്ന സത്യയുടെ അച്ഛനാണല്ലോ ഇപ്പത്തെ വിഷയം. ഇത് സമയം ഇത് കേട്ടിട്ടായിരിക്കും ശാലിനി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ശാരദാമ്മ പറയും, അതാരാണെന്നും എന്താണെന്നും അത് ശാലിനിക്ക് ആരാണെന്നും ഉള്ള സത്യം ഈശ്വരനെ സാക്ഷി നിർത്തി ശാലിനി പറയും. അപ്പോഴേക്കും ശാലിനിയെ കാണാണ്. ശാരദാമ്മ സൗണ്ട് കുറച്ചിട്ട് പറയും, അത് കഴിഞ്ഞിട്ട് പോരെ ബന്ധം വേർപ്പെടുത്തലും വക്കീലിനെ കാണുന്നതൊക്കെ. ബാമയ്ക്കും വീണ്ടും ഒരു നാടകമായിട്ട് വരാനുള്ള പുറപ്പാടാ. ശാരദാമ്മ പറയും, ഇത് എന്റെ മകളുടെ ജീവിതമാണെന്ന് നന്നാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. അതിന്റെ ഒരു ആത്മാർത്ഥതയും എന്റെ വാക്കിലുണ്ട്. ബാമ പറയും, ശരി, സമ്മതിച്ചു. പക്ഷെ അവള് പറയുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമായില്ലെങ്കിൽ ഡിവോഴ്സ് പേപ്പറിൽ അവൾ ഒപ്പിടേണ്ടി വരും. സമ്മതാണോ എന്ന് നോക്കുമ്പോ തന്നെ ശ്യാമയും രാഘവേട്ടനൊക്കെ ഇവിടെ ഇങ്ങനെ ഞെട്ടലിൽ നിൽക്കണേ. അങ്ങനെ ശാരദാമ്മ ശാലിനിയെ നോക്കിക്കൊണ്ട് പറയും, സമ്മതമാണ് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണേ. ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുക. ശാരദാമ്മ പറയും, നീ നാളെ ക്ഷേത്രത്തിൽ പോകണം. സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിൽ വന്നത് നീ തന്നെയാണെന്ന് തെളിവ് സഹിതം പറയണം. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിക്കാന്ന് ഞാൻ സത്യമ്മയ്ക്ക് വാക്കു കൊടുത്തതാ. ശാലിനി ഞെട്ടും, അമ്മേ പോണം മോളെ, എല്ലാ സത്യങ്ങളും എല്ലാരും അറിയട്ടെ, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നിനക്ക് നഷ്ടപ്പെടൂടി. ശാലിനി ഇങ്ങനെ വീട്ടിലോട് നിൽക്കുക. ഇതേസമയം സത്യമ്മയുടെ വീട്ടിലെ വിഷ്ണു വരുമ്പോ തന്നെ ബാമ ഇത് പറയും, വിഷ്ണുക്കും ഒപ്പിടണമെന്നോ? ബാമ പറയും, ശാലിനിയുടെ കൂടെയുള്ള സത്യയുടെ അച്ഛൻ അവൾക്ക് അവളുടെ ജീവിതത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് എന്തുകൊണ്ടായിക്കൂടാ? വിഷ്ണു പറയും, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അങ്ങനെ പെട്ടെന്ന് പറിച്ചു കളയാൻ പറ്റുന്നതാണോ നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങള്? ബാമ പറയും, ശാലിനിക്ക് സാധിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് സാധിച്ചൂടാ? അവൾ ഒപ്പിടാൻ തയ്യാറാണല്ലോ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് കഴിയില്ല? എടാ മോനെ, നമ്മളെ വേണ്ടാത്തവർക്ക് മുന്നേ നമ്മൾ എന്തിനാ യാചനയുമായിട്ട് നിൽക്കുന്നത്? വലിച്ചെറിഞ്ഞ് കളയടാ അവളെ. മറ്റൊരാളെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അയാളാണ് തന്റെ കൊച്ചിന്റെ അച്ഛനെന്ന് വിളിച്ചു പറഞ്ഞവർക്ക് മുന്നേ നീ എന്തിനാണ് നിന്റെ ജീവിതം തകർക്കുന്നത്? ദേ, നാളെ അവളെ സത്യങ്ങൾ വെളിപ്പെടുത്താൻ ക്ഷേത്രത്തിൽ വരും, നമുക്ക് പോണം. ശ്യാമ അങ്ങ് ഞെട്ടും. വിഷ്ണു പറയും, അമ്മ അത്. ബാമ പറയും, വരണം, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അങ്ങനെ താല്പര്യമില്ലെങ്കിലും വിഷ്ണു അതിനെ സമ്മതിക്കണേ. ഇതേസമയം കുടുംബശ്രീ വീട്ടിലെ ശാലിനിയുടെ ശാരദാമ്മയ്ക്കും, മോളെ നീ എന്ത് ആലോചിക്കുന്നത്? ദേ, കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന മട്ട. നീ ഇനിയെങ്കിലും നടന്നത് എന്താണെന്ന് വിഷ്ണുവിനോടൊന്ന് പറയേ. സത്യയുടെ അവസ്ഥ അതുപോലെ തന്നെ ആയിരുന്നു എന്ന് നീ വിഷ്ണുവിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ അത് അത്ര പെട്ടെന്ന് വിഷ്ണുവിനെന്നല്ല ഉൾക്കൊള്ളാൻ ആരെക്കൊണ്ടും പറ്റില്ല. ശാലിനി പറയും, ഇപ്പൊ ഓർത്തു പോവാ, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. നമ്മളെ മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്നവർ പെട്ടെന്നൊരു ദിവസം കുറ്റപ്പെടുത്തുമ്പോഴമ്മേ നമ്മളെ ശരിക്കും തളർന്നു പോവാ. അവര് നമുക്ക് താങ്ങായും തണലായും മാറുന്ന നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. പക്ഷെ അവരോ നമ്മൾ ഇതുവരെ കാണിച്ച സ്നേഹവും വിശ്വാസവും ഒന്നും കണക്കിലെടുക്കാതെ നമ്മളെ അങ്ങ് തള്ളി പറയുമ്പോ സങ്കടപ്പെടാനും കരയാനും ഇല്ലേ നമ്മളെ പോലുള്ളവർക്ക് കഴിയൂ? പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി, ഒരു സഹായം, വീഴാനൊരുങ്ങുമ്പോ ചാരി നിൽക്കാൻ കെൽപ്പുള്ളൊരു ചുമര്, അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുപോലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സ്വന്തവും ബന്ധവും? എനിക്ക് ജീവിതത്തോട് തന്നെ വെറുപ്പാ തോന്നുന്നത്. ആർക്ക് വേണ്ടി അമ്മേ ഈ ഓട്ടോക്കെ ഓടുന്നത്? ആരെ തൃപ്തിപ്പെടുത്താനാ ഇങ്ങനെ പെടാപ്പെടുന്നത് എന്ന് പറഞ്ഞ് കരയുമ്പോ എന്തൊക്കെയാണ് നീ പറയുന്നത്? ശാലിനി കരഞ്ഞിട്ട് പറയും, സങ്കടം വരണമേ, ഇപ്പോ ഒറ്റയ്ക്കിരുന്ന് ഞാൻ ഒന്നും ചിന്തിക്കാറില്ല, അറിയാതെ കരഞ്ഞു പോവാ. മുമ്പത്തെ പോലെ എന്തും തരണം ചെയ്യാനുള്ള മനസ്സൊക്കെ എനിക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു. ശാരദാമ്മ പറയും, ഇനി കൂടുതലൊന്നും ചിന്തിക്കേണ്ട, കാര്യങ്ങൾ അറിയിക്ക, വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവര് വിശ്വസിക്കട്ടെ. കുറക്കുറ്റൊന്നും അല്ലല്ലോ. കൊച്ചിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു വേഷം മാറൽ ഇത് എത്രത്തോളം കുഴപ്പമുണ്ടാക്കുന്നേ ഞാൻ ഓർത്തില്ല മോളെ. ഓർത്തിരുന്നെങ്കിലേ ഞാൻ ഇതൊന്നും നിന്നെ കൊണ്ട് ചെയ്യിക്കില്ലായിരുന്നു. ഒന്ന് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞാല് എല്ലാ പ്രശ്നങ്ങളും തീരുന്നൊക്കെ പറയുന്നത് ചുമ്മാതാ. അല്ല, ഞാനിത് ആരോടാ പറയുന്നത്? എല്ലാ രാത്രിയിലും അമ്മയുടെ അടക്കി പിടിച്ച തേങ്ങൽ കേട്ടുകൊണ്ടാ ഞാൻ ഉറങ്ങാറ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മ കരഞ്ഞു തന്നെയാ ദുരിതങ്ങളെ തോൽപ്പിച്ചത്. പിടിച്ചു നിന്നതും ആ കരച്ചിലിന്റെ പുറത്താണ്. ശാരദാമ്മ പറയും, മോളെ, ഈ പരിഗണന എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഏത് തളർന്ന ശരീരത്തെയും ഉടഞ്ഞ മനസ്സിനെയും അത് ഉയർത്തിക്കൊണ്ടുവരും. വിഷ്ണുവിനെ നിന്നെ മനസ്സിലാക്കാനും നിന്റെ വേദനയുടെ ആഴം മനസ്സിലാക്കാനും ഒരു കഴിവുണ്ട്. നിന്റെ ഒരു ചിരി മതിയാവും അവന് ഇതൊക്കെ മറക്കാൻ. മറ്റു ചിലപ്പോ ഒരു ആയുസ് മുഴുവൻ കാത്തിരുന്നാലും ഇതൊന്നും മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമ്മ പറയുന്നത്, ഇനി ഒരു ആലോചനയോ ചിന്തയോ ഒന്നും തന്നെ വേണ്ട. നാളെ തന്നെ നടന്ന വിവരങ്ങളെല്ലാം അവനെ അറിയിക്കണം. സത്യമ്മ വിളിച്ചപ്പോ നീ ചെല്ലുന്നു തന്നെയാ ഞാൻ പറഞ്ഞത്. ചെല്ലണം, ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഡേ, ഇത്രയും കാലം നീ ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ. ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കും മോളെ. അപ്പൊ നിനക്ക് കിട്ടുന്നത് നിന്റെ ജീവിതമായിരിക്കും.
നിനക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നിന്റെ ജീവിതം. അപ്പോഴും ശാലിനി വീണ്ടും ഇങ്ങനെ ആലോചനയിൽ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വക്കീലെ പേപ്പേഴ്സ് എല്ലാം കൊണ്ട് ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോ ഭാമയും വിഷ്ണുവും എത്തും. വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോവും. അല്ല, ഇതാ പ്രകാശനല്ല ഈ ഡിവോഴ്സ് കേസൊക്കെ കൈകാര്യം ചെയ്യുന്ന ആള്. ഇയാളെന്താ ഇവിടെ? ഭാമറയും ഞാൻ വിളിച്ചിട്ട് വന്നതാ. വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോവും. ഭാമറും അതെ, അവള് നമ്മളെന്നെ പേടിപ്പിച്ചല്ലോ, അപ്പൊ പിന്നെ തിരിച്ചൊന്ന് പേടിപ്പിച്ചിട്ടില്ലെങ്കിലേ സത്യഭാമ അല്ലാതാവൂടാ. ദേ, ഇന്നത്തോടെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാവണം. അവള് പറയുന്നതിൽ ന്യായമില്ലെങ്കിൽ നമുക്കത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ക്ഷേത്രമുറ്റത്ത് വെച്ച് തന്നെ ആ താലി അങ്ങ് അറുത്തേക്കണം. അല്ല അമ്മേ, വിഷ്ണു ഇങ്ങനെ പറയുമ്പോ തന്നെ ഭാമ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട, നീ ഒന്ന് നിന്ന് തന്നാ മതി. എല്ലാ സത്യങ്ങളും വള്ളി പുള്ളി വിടാതെ അവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തരാം. വിഷ്ണു പാതി സമ്മതത്തിലാ പോകുന്നത്. വിഷ്ണു എത്തുന്നതിന് മുമ്പ് ഭാമ ചെന്നിട്ട് പറയും, പ്രകാശേ, കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ മൂമെന്റിൽ തന്നെ അവളുടെ പത്തി താഴണം. അതൊക്കെ ഞാൻ ഏറ്റു. ഈ സമയം ഇവരിങ്ങനെ ചെന്ന് സംസാരിക്കുന്നത് സുസ്മിത കാണാണ്. ആ, അമ്മ മകനെ കുട്ടി ക്ഷേത്രം കാണാൻ എത്തിയിട്ടുണ്ടല്ലോ. ആഹാ, ശാപം മേടിച്ചു കൂട്ടുന്ന വക്കീൽ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ കാര്യമായ എന്തോ സംഭവം നടക്കാൻ പോവാണെന്ന് ചുരുക്കം. ഭഗവാനെ, നീ ഇതൊക്കെ എന്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഭഗവാന് നന്ദി. അങ്ങനെ സത്യഭാമ വക്കീലിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ശാലിനി കാറിൽ വന്ന് ഇറങ്ങാണ്. ഇതെല്ലാം സുസ്മിത അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു മാറി നിൽക്കണേ. അപ്പൊ ഉറപ്പിച്ചു, ഭീകരമായൊരു കുടുംബ പ്രശ്നം വക്കീലിന്റെ കൂടെ ചർച്ച ചെയ്യാൻ പോവാണ്. അതോ അമ്പലമുറ്റത്ത്. കൊള്ളാലോ എന്ന് പറഞ്ഞ് നിൽക്കണേ. ഇതേ സമയം ശാലിനിയെ കാണുന്നതും വിഷ്ണു തിരിഞ്ഞു നിൽക്കും. മുഖത്തേക്ക് നോക്കുന്നുമില്ല, മൈൻഡും ചെയ്യുന്നില്ല. അങ്ങനെ ശാലിനി ഭാമയുടെ അടുത്ത് വന്ന് നിൽക്കണേ. ഭാമ പറയും, ശാലിനി, നേരിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതുവരെ അതിനെ ശരിയായ ഉത്തരം തരാൻ നിനക്ക് കഴിഞ്ഞിട്ടുമില്ല. ഞങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഇതിപ്പോ സത്യയുടെ സ്കൂളിലെ സത്യയുടെ അച്ഛൻ വന്നു, ഞങ്ങൾ അത് കാണുകയും ചെയ്തു. റെസ്റ്റോറന്റിൽ വന്നപ്പോ നിന്റെ മകള് തന്നെ പറഞ്ഞു, അല്ല, നിനക്കിപ്പോ ഒരു ജീവിതമായി, പക്ഷേ ജീവിതം ഇല്ലാതായത് എന്റെ മകന്. ഇരു കൂട്ടുകാർക്കും ദോഷകരമല്ലാത്തൊരു കാര്യം ഈ വക്കീൽ പറയും എന്ന് പറഞ്ഞ വക്കീലിനെ കാണിക്കുക. ശാലിനി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് വക്കീലിനെ നോക്കുന്നുണ്ട്. വിഷ്ണു ഭാമയോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിലും മനസ്സിന് വല്ലാത്തൊരു നീറ്റിലോട് കൂടിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. പിന്നെ നെക്സ്റ്റ് എപ്പിസോഡിന്റെ പ്രൊമോയിലുള്ളത് ശാലിനി വാങ്ങി ഒപ്പ് എന്ന് പറയുമ്പോൾ ശാലിനി അത് വാങ്ങിക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ആക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ശാലിനി എന്തോ വാശിപ്പുറത്ത് വാങ്ങിച്ച് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇനി അത് വാങ്ങിച്ച് കീറിടാനാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്